അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ സഹോദരങ്ങൾ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, മൻ ഫരിഹ ബിദുഖൂലി റമളാന ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മൻ ഫരിഹ ബിദുഖൂലി റമളാൻ, റമളാനു ഷരീഫ് കടന്നു വരുന്നതിൽ, റമളാനു ഷരീഫ് ആഗതമാകുന്നതിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടായാൽ, ഒരു മനുഷ്യന് റമളാൻ പ്രവേശിക്കുമ്പോൾ സന്തോഷമുണ്ടാവുകയാണെങ്കിൽ, അവൻ്റെ മനസ്സിൽ അത് വല്ലാത്ത ഒരു ആഹ്ലാദമാണെങ്കിൽ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഹറമല്ലാഹു ജസദഹു, അവൻ്റെ ശരീരം അള്ളാഹു തടഞ്ഞു വെക്കുന്നതാണ്, ഹറാമാക്കുന്നതാണ്, അലന്നീറാൻ, നരകത്തിൻ്റെ മേൽ. പവിത്രമായ റമളാനു ഷരീഫ് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാവുകയാണെങ്കിൽ, ആ മനുഷ്യന് പടച്ച തമ്പുരാൻ നരകം ഹറാമാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങൾ, ആ പവിത്രമായ റമളാനു ഷരീഫിലാണ് ഞാനും നിങ്ങളുമുള്ളത്. മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ നിയ്യത്തെന്ന് പറയുന്നത്, തികച്ചും എനിക്ക് രക്ഷപ്പെടാൻ, എൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ, എന്നെ ശുദ്ധീകരിക്കാൻ, എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ ഉതകുന്ന മാസമാണ് റമളാൻ. എനിക്കതിൽ സന്തോഷമാണ്. ഇത് കഴിഞ്ഞു കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എതിരിക്ക് വല്ലാത്തൊരു അനുഗ്രഹമായി എൻ്റെ ഉടമ തന്നതാണല്ലോ റബ്ബേ എന്ന ഒരു ചിന്തയിലായി സന്തോഷത്തോടെ ഈ മാസത്തിനെ സ്വീകരിച്ചാൽ അവൻ്റെ നരകം അവന് ഹറാമാണെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങൾ, മനസ്സിൻ്റെ ഉള്ളിൽ ഈ റമളാനു ഷരീഫിന് കൊടുക്കേണ്ടുന്ന എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട്, റമളാനിനെ ഉൾക്കൊണ്ടുകൊണ്ട്, റമളാനിൽ നന്മകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.